ഹലോ കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ? ഇവിടെ ഇങ്ങനെ പനി മാറി മാറി സർക്കിളായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിന് കഴിഞ്ഞു, ഇപ്പം ഹസ്ബൻഡിനായി, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് ഫ്ലൂ ആണെന്ന് തോന്നുന്നു. അപ്പം എന്നിരുന്നാലും ഇന്ന് ഈശോവചനം നമ്മളോട് സംസാരിക്കുന്ന ഒന്ന് ശമൂവേൽ അതിൻ്റെ 2:7 ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. അതെ, നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലര് ഭയങ്കര ഭയങ്കര താഴ്ന്നു കിടക്കുന്നവരായിരിക്കും. പലരും നമ്മളെ വിധിക്കും, ഇവളൊന്നും ഉയർന്നു വരാൻ പോകുന്നില്ല, ഇവരുടെ കുടുംബമൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും ഈശോയുടെ കരം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ വലിയ പണക്കാരൊക്കെ ആയിട്ടിരിക്കുന്നവർ പെട്ടെന്നായിരിക്കും കടത്തിന്റെ കെണിയിട്ടും ഒക്കെ വീണ് കടത്തിലായി പോകുന്നതും ദരിദ്രരായി പോകുന്നതും. അപ്പം എല്ലാം കർത്താവിന്റെ കയ്യിലാണ്. അപ്പം എന്തു പറയാ, ഈശോയ്ക്ക് എന്നും നമ്മൾ നന്ദി പറയുക. ഉള്ളതിനും തന്നതിനും തരാനിരിക്കുന്നതിനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഈശോയ്ക്ക് നന്ദി പറയുക. അപ്പം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ കണ്ണിൻ്റെ മുകളിലൊക്കെ കൊച്ചിൻ്റെ കലാപരിപാടിയാണ്. ഫുള്ളും കലാപരിപാടിയായിട്ട് ഫുള്ളും ഒരു മേക്കപ്പ് സെറ്റ് മേടിച്ചു കൊടുത്തായിരുന്നു. അതിൻ്റെ കലാപരിപാടി മുഴുവൻ എല്ലാവരുടെയും മേത്ത് കാണിക്കുകയാണ്. അപ്പം ഈ 1 ശമൂവേൽ 2:7 എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കാം.